മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9ാമത്തെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗും കൂടി ഉണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഒരു സ്റ്റിച്ചിങ് ബുക്ക് പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ പാൻറ്. ഈ പാൻറ്റിനെ ഞാനിങ്ങനെ നിവർത്തിയിട്ടു. നല്ല വശവും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. ചില തുണികള് ഈ പറഞ്ഞ നല്ല വശവും കൊള്ളാത്ത വശവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചീത്ത വശത്ത് ഇതേപോലെ ഒരു ക്രോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈൻ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല വശമാണോ ചീത്ത വശമാണെന്ന് അറിയാം. ഞാൻ ഇങ്ങനെ ഒരു ഇൻഡ് ഇട്ട് വെക്കുകയാണ് ചെയ്തേക്കണത്. അപ്പൊ ഇത് എന്റെ കൊള്ളില്ലാത്ത വശവും ഇതെന്റെ നല്ല വശമാണ്. ഈ തുണിയുടെയും നല്ല വശം ഇത് തന്നെയാണ്. നല്ല വശം നമ്മൾ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ക്രോച്ച് ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ വശവും അതുപോലെ തന്നെ ചെയ്യാം. എപ്പോഴും പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഇതിനിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ആക്കാം. എന്നിട്ട് ഈ രണ്ട് സെന്ററുകളുണ്ടല്ലോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേക്കണത്, ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം പിടിച്ച് ഇത് എപ്പോഴും കറക്റ്റ് ആയിട്ട് വരണം. ഈ സ്റ്റിച്ച് ചെയ്തതും കറക്റ്റ് ആയിട്ട് വരണം. എന്നിട്ട് നമ്മൾ ഇങ്ങറ്റം പോലെയുണ്ട് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്ററിൽ നിന്ന് തന്നെ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഡബിൾ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കൂട്ട. ഈ സെന്ററിൽ എത്തുമ്പോൾ ഇത് രണ്ടും സെന്റർ ഇല്ലേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ സെന്ററിൽ എത്തി ഇങ്ങനെ കുത്തിയിട്ട് ഒരു ലോക്ക് ഇടുന്ന പോലെ രണ്ട് സ്റ്റിച്ച് കൂടുതൽ ഇടാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൗസറിൽ ചെയ്തപോലെ ഇത് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം. ഇനി പതിച്ചടിക്കണ്ടെങ്കിൽ വേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി പിന്നി പോണ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞാൽ മടക്കി അടിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു തുണി എടുത്തിട്ട് ഈ ഇതിനെ കവർ ചെയ്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് അടിവശം 1 ഇഞ്ചോളം ഉണ്ട്, അത് നമുക്ക് മടക്കി അടിക്കാം. ആദ്യം ഒരു മടക്ക് മടക്കി, രണ്ടാമതൊരു മടക്ക് മടക്കി. ആദ്യം ലോക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളെ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ അടിയത്തെ തുണി കയറി വരും. അപ്പൊ എല്ലാവരും അടിയത്തെ തുണി നീക്കി വെക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. തുടക്കക്കാരാകുമ്പോൾ ചിലപ്പോൾ അത് ഓർത്തൊന്നും വരില്ല. മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക് മടക്കി അടിക്കുക, എന്നിട്ട് രണ്ടാമത്തെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് അയൺ ചെയ്യുക. കോട്ടൺ പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ അയൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് നിൽക്കും. ഈ ഒഴുകി കിടക്കുന്ന തുണിയൊന്നും അയൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് നിൽക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ രണ്ട് കാലിന്റെയും ഇതേപോലെ തന്നെ ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ തുമ്പത്ത് കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. നമ്മൾ ഈ ചുരിദാറും ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യണില്ല, ഇത് വീട്ടിലിടാനുള്ളതായതുകൊണ്ട് ഞാൻ ഇതിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല.
അങ്ങനെ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇനിയും മോൾവശം നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ 2 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ? അതിലേക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. കൊടുക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. അതെപ്പോഴും ഓർമ്മ വേണം. ഇതിപ്പോൾ എന്തോരം നോക്കാം, 1 ഇഞ്ചിന് 3/4 ഇഞ്ചിൻ്റെ ആണ് ഇലാസ്റ്റിക് ഇടുന്നത്. അതുകൊണ്ട് 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കയറുള്ളൂ. അത് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇടുന്ന ഇലാസ്റ്റിക് എത്രേൻ്റെ ആണോ അതനുസരിച്ച് വേണം നിങ്ങൾക്ക് എടുക്കാനായിട്ട്. ആദ്യത്തെ സ്റ്റിച്ച് എവിടെയാണോ തുടങ്ങി അവിടുന്ന് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇപ്പൊ ചെയ്യണ സ്റ്റിച്ച് നിർത്താനായിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തണം, അതിന് വേണ്ടിയാണ്. ഇലാസ്റ്റിക് നമുക്ക് ഞാൻ ഇപ്പൊ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറച്ചാണ് എടുത്തേക്കുന്നത്. എനിക്കിപ്പോൾ വേസ്റ്റ് 19 ആയതുകൊണ്ട് ഞാൻ അതിനൊരു 3 ഇഞ്ച് കുറച്ച് 16 എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. 3 ഇഞ്ച് തന്നെ കുറയ്ക്കണമെന്നില്ല, 2 ഇഞ്ച് കുറച്ചാലും മതി. ഞാനിപ്പം 3 ഇഞ്ച് കുറച്ചു എന്നുള്ളൂ. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു, എന്നിട്ട് എന്തിങ്ങനെ ലെവൽ ചെയ്യണം. എല്ലായിടത്തേക്കും ഇലാസ്റ്റിക് ഇങ്ങനെ നിവർത്തിയെടുക്കാണ്. നിവർത്തിയെടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കുകൾ തമ്മിൽ കൂട്ടിയടിക്കാം. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടിയടിക്കാം. അപ്പൊ ചെറിയൊരു തടിപ്പ് പോലെ നമുക്കിവിടെ അരഭാഗത്ത് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചായാലും അടിക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ച് അടിക്കുന്നത് എങ്ങനെയാന്ന് കാട്ടിത്തരാം. ഇങ്ങനെ വെച്ച് ഒപ്പത്തിനൊപ്പം വെക്കുക. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ ഇങ്ങനെ എല്ലായിടത്തേക്ക് ഇലാസ്റ്റിക് ലെവലാക്കിയിട്ട് ഈ ഇലാസ്റ്റിക്കിന്റെ 2 അറ്റവും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, സ്റ്റിച്ചുമ്പോൾ കൊള്ളാത്ത രീതിയിൽ. ഇങ്ങനെ അടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു തടിപ്പ് പോലെ ഈ അരഭാഗത്ത് ആ ഇലാസ്റ്റിക് കിടക്കുന്നിടത്ത് വരും, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഈ ഇലാസ്റ്റിക് വിടാൻ വേണ്ടി ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക്കുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് 3/4 ഇഞ്ചിന്റെ എലാസ്റ്റിക്കിന് നമ്മൾ 1 ഇഞ്ചോളം നമ്മളിവിടെ എടുക്കുന്നത് വീതി. എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു തടിപ്പില്ല, നമ്മളിപ്പോ ഇലാസ്റ്റിക്കുകൾ തമ്മിൽ കൂട്ടി വെച്ചേക്കണം കാരണം ഒരു തടിപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ സ്റ്റിച്ച് ഇവിടെ വീഴണമെന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം, ഇത്ര മാത്രം. നമ്മുടെ പലേഴ്സ് പാൻറ് റെഡി ആയിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഒരേപോലെ ഇലാസ്റ്റിക്കിന്റെ ഇത് എല്ലായിടത്തേക്കും ഒരേപോലെ ആക്കിയതിന് ശേഷം ഉണ്ടാവും നമ്മൾ പലേഴ്സ് പാൻറ് റെഡി ചെയ്തുണ്ടാവും. സൂപ്പറായില്ലേ?